എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നരച്ച മുടി കറുപ്പിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഈ ഡൈയെക്കുറിച്ചൊരു ചെറിയ കാര്യം പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ, പറയുന്ന അളവിൽ അത്രയും ടൈം എടുത്തിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിന് 100% റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പലരും ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ട് നെഗറ്റീവായിട്ടും പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞ് കമൻ്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുടി കറുപ്പിക്കണം അല്ലെങ്കിൽ മുടി വളരണം എന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ തോന്നുന്നത് ഇതൊക്കെ വെറുതെയാണ്, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. പിന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവുകയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് കാലങ്ങളോളം നിലനിൽക്കുന്നതുമായിരിക്കും. പിന്നെ അലർജിയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും ബാധിക്കുകയുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട 2 ഐറ്റമാണ് ഉലുവയും അതുപോലെ തന്നെ കരിഞ്ജീരകവും. അപ്പോൾ കരിഞ്ജീരകത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ ഉലുവയും കരിഞ്ജീരകവും ഒന്നിച്ച് വരുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നര അകറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൂടാതെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നു. അതുകൂടാതെ നര വരാതിരിക്കാനും താരൻ മാറിക്കിട്ടാനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ ഉലുവയും അതുപോലെ കരിഞ്ജീരകവും. ഇത് രണ്ടും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ആ പൊടി നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ആദ്യത്തെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി പൊടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചതും ആകാം. അപ്പോൾ ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഗോ പൗഡറാണ്. നീലാമരി ചെടിയുടെ ഇല അത് പൊടിച്ച് ഉണക്കി പൊടിച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പം ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇൻഡിഗോ പൗഡർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആംല പൗഡറാണ്. ഇതും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ എല്ലാം എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ എന്നുള്ള അളവിലാണ്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കടുപ്പത്തിലുള്ള കട്ടൻ ചായ തിളപ്പിച്ചത്, അത് ആറിയിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈ. ഇത് നമ്മൾ തയ്യാറാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കേണ്ട ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. പിന്നെ ചില ആൾക്കാരിൽ തണുപ്പടിക്കുകയും പനി വരികയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 1 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ഇരുന്നാൽ മതിയാകും. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിത് 5 ഡേയ്സ് അടുപ്പിച്ച് ചെയ്യുക, എന്നാലാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നരാടം ഇടവിട്ട് 5 ദിവസങ്ങളിൽ ചെയ്യാം. അതിനുശേഷം ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് 1 മന്ത് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടായിരിക്കുക. താങ്ക്